ഇറ്റ്സ് ഓൾമോസ്റ്റ് സൺസെറ്റ് ആൻഡ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഏകദേശം നമ്മുടെ വീഡിയോസ് ഏറെക്കുറെ എൻഡ് ആവാറായി. ബട്ട് ബിഫോർ എൻഡിങ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് ഗോണ ബി ദിസ് വീഡിയോ. ഓക്കെ, സോ പെട്ടെന്നുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോറി. വൈഷ്ണവി പറ, വൈഷ്ണവിയുടെ ബീച്ച് മെമ്മറിയിൽ ലൈക്ക് വൺ ഓഫ് യുവർ ഫേവറേറ്റ് മെമ്മറീസ് എന്തായിരിക്കും പെട്ടെന്ന് ആലോചിക്കുമ്പോൾ? ബീച്ച് മെമ്മറി എന്ന് പറയാൻ വേണ്ടി ഹാപ്പി മെമ്മറി ആണെന്നില്ല, അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ആക്ച്വലി എനിക്ക് ബീച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇത്ര ക്രൗഡ് അല്ല. ഞാൻ ആക്ച്വലി എന്റെ നാട്ടില് കാപ്പാട് പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട്. ഞാൻ ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി സ്ട്രെസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ബീച്ചില് ഒരു സൈഡിൽ പോയിരിക്കും. എന്റെ ഹെഡ്സെറ്റ് ഉണ്ടാവും, എന്റെ ഡയറി ഉണ്ടാവും, പാട്ട് കേൾക്കും. എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നൊക്കെ അറിയാൻ തോന്നുന്നതൊക്കെ അറിയും. അങ്ങനെ എനിക്ക് ഭയങ്കര ഐ വാസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ബീച്ച് പേഴ്സൺ മൗണ്ടൻ പേഴ്സൺ. പക്ഷെ ആദ്യം ഞാൻ പറയായിരുന്നു ഐ വാസ് എ ബീച്ച് പേഴ്സൺ. പക്ഷെ ഇപ്പം എനിക്ക് ട്രാവലിംഗ്. ഓക്കെ, ബീച്ചിനെക്കാളും മൗണ്ടൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മുടെ തോട്ട്സിലൊക്കെ ഇങ്ങനെ മുഴുകി പോകുന്നതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? എന്താ പറയാ? സോളിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, സോളിറ്റ്യൂഡ്. If I enjoy solitude, if she enjoys solitude because she likes being alone. She likes being by herself, immersed in her own thoughts. കൺഫ്യൂഷൻ ഉള്ളൊരു ഇതുണ്ട്. അലോണും ലോൺലിനെസ്സും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആക്ച്വലി പല ആൾക്കാർക്കും അറിയില്ല. അലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും അലോൺ ഭയങ്കര ഒറ്റയ്ക്കല്ലേ. അപ്പൊ അലോണും ലോൺലിനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് അത് ആക്ച്വലി നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, പെട്ടെന്ന് എത്തിയതാ അല്ലേ, കൊള്ളാം. സോ അലോൺ ഇസ് ബേസിക്കലി ഒരാൾ ഒറ്റയ്ക്കാണ്. ഹി കെയിം ഹിയർ അലോൺ എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറയാം. ലോൺലിനെസ് ഇസ് ബേസിക്കലി ഒറ്റപ്പെടൽ എന്നുള്ളൊരു ഫീലിങ്ങിനെയാണ് നമ്മൾ ലോൺലിനെസ് എന്ന് പറയുന്നത്. അപ്പം പൊതുവേ ലോൺലിനെസ് പലർക്കും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ലോൺലിനെസ് പൊതുവേ നമ്മൾ പറയുന്നത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ടാണ്. കാരണം ആർക്കും ഇങ്ങനെ ഒറ്റപ്പെടാൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഈ ഒറ്റപ്പെടുന്നതിനെയാണ് നമ്മൾ ലോൺലി ആവാന്ന് പറയുന്നത്. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ ബീച്ച് മെമ്മറി പൊതുവേ ഇതാണ്. കാപ്പാട് പോയി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കോഴിക്കോട് ബീച്ച് എനിക്ക് എൻ്റെ നാട് കോഴിക്കോട് ആയതുകൊണ്ടും, പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന ബാംഗ്ലൂർ രണ്ട് വെക്കേഷന് മാത്രമല്ലേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ വെക്കേഷൻസിന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി വരാൻ പ്ലാൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ചെറിയ പിള്ളേരല്ലേ വെള്ളത്തിലിറങ്ങും. എന്നിട്ട് കളിച്ചിട്ട് തിരിച്ച് കാറി കയറാൻ ആകുമ്പോഴത്തേന് നമ്മളെല്ലാവരും ഇട്ട് ഇങ്ങനെ കുടയും മണ്ണൊക്കെ പോകാൻ വേണ്ടി ഫുള്ള് കളിച്ച് മണ്ണൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കാറി കയറ്റുന്ന ആ ഒരു മെമ്മറി എനിക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടുന്നത്. ഇറ്റ് വാസ് ഭയങ്കര ഫണ്ടായിരുന്നു. ഈ നമ്മൾ ചെറുപ്പത്തിൽ ഒന്നും പേടിക്കാനില്ല, ഒന്നും നമുക്ക് ടെൻഷനില്ല, വെള്ളം കണ്ട ഇറങ്ങുന്നു, അത് തന്നെ. ഇപ്പൊ വലുതാകുമ്പോ എന്തൊക്കെ ടെൻഷൻസാ, വെള്ളത്തിലൊന്നും ഇറങ്ങലേ. കോഴിക്കോട് ബീച്ചിലുള്ളൊരു എന്റെ ഫേവറേറ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മള് മലപ്പുറത്ത് ഒരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഹോസ്റ്റിംഗ് എടുക്കില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് റാൻഡായിട്ട് കണ്ണൂരിലെ ആൺകുട്ടികളെ പരിചയപ്പെട്ട്. അപ്പൊ ഇവര് ഞങ്ങൾ കയറുന്ന ട്രെയിനാണ്, നമ്മള് ട്രെയിന് ലേറ്റ് ആണ്. അപ്പൊ എന്തൊക്കെ ക്ലാസ് അവര് കണ്ണൂരേക്ക് കയറുന്ന ടിക്കറ്റ് അവര് ലൈക്ക് ഇപ്പൊ കാണുന്ന ആൾക്കാർ ശരിക്കും എന്താ പറയാ ബാഡ് രീതിയിൽ വെച്ച് അവര് ഭയങ്കര ഫണ്ണായി നല്ല കമ്പനി ആയിട്ട്. അപ്പൊ ഞങ്ങൾ വെറുതെ തമാശക്ക് എന്നാ കോഴിക്കോട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കള്ളം പറഞ്ഞാണ്. അപ്പൊ ഞങ്ങളെ ഇറക്കി എന്നിട്ട് ഇവിടെ വന്ന് അവര് ക്രിക്കറ്റ് ഒക്കെ കളിച്ച് അവരെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ചായവാലയിലൊക്കെ പോയി. ഇപ്പം അതിലൊരാളെന്ന് പറയുന്നത് എനിക്ക് ലൈക്ക് റാൻഡായിട്ട് ഇപ്പൊ അവര് ഡൽഹി പോയ സമയത്ത് എനിക്ക് ഡ്രസ്സ് മേടിച്ചു. പക്ഷെ ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഡ്രസ്സ് മേടിച്ചിട്ട് കുറെ 4-5 മാസമായി. അവർ കോഴിക്കോടേക്ക് വന്നില്ല. അപ്പൊ നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ ഉണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് തന്നെ, അത് ഈ ഒരു ഡേ എന്ന് പറഞ്ഞിട്ട് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്. അത്രയും ചിരിച്ച് ഇവിടുന്നൊക്കെ വേദനയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നല്ല ഡേ ആയിരുന്നു. കോഴിക്കോട് ബീച്ചിനെ പറ്റി എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കുറേ സ്വീറ്റ് മെമ്മറീസ് ഉണ്ടാവും. ഞാനും ഈ പറഞ്ഞ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് വൈബ് അല്ലേ, ഒരു ഇമോഷൻ. രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒരു 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് പൊതുവെ വീട്ടിലേക്ക് പോകാറുണ്ടാവുക. പക്ഷെ കോഴിക്കോട്ടുള്ള അധികം ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. ട്രൂ ദാറ്റ്. നല്ല രസം. എപ്പോഴും ഓണാണ്. കോഴിക്കോട് വരാത്ത ആൾക്കാർ എന്തായാലും കോഴിക്കോട്. ഞാൻ ആക്ച്വലി എന്റെ പേരൻസിനോട് പറയലുണ്ട്, അമ്മയ്ക്കൊക്കെ ഞാൻ രാത്രി പുറത്തു പോകുന്നു പറയുമ്പോ ഭയങ്കര അവിടുന്ന് ആരും ഒരു ടൈം കഴിഞ്ഞിട്ട് ഇറങ്ങൂലല്ലോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ രാത്രി ഒരു ടൈം കഴിഞ്ഞാലേ ഇറങ്ങും. അപ്പൊ ഞാൻ അമ്മയോട് പറയും ഒരു രാത്രി ഉറങ്ങുന്നതിന് പകരം
നേരെ ഒരു 9 മണിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു വൈബ് മനസ്സിലാവും. കുറച്ചുകൂടി അവർക്ക് തന്നെ ഒരു കുഴപ്പമില്ല, നല്ലൊരു സ്ഥലത്താണെന്നുള്ളൊരു ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഭയങ്കര നമുക്ക് സുരക്ഷിതമായ ഒരു തോന്നലാണെന്ന് എങ്ങനെയാ പറയാ? ദിസ് എ സേഫ് പ്ലേസ് എന്ന് പറയാം. ഓക്കെ, സുരക്ഷിതമായ സ്ഥലം. ദിസ് ഇസ് എ സേഫ് പ്ലേസ്. അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഫീൽ സേഫ് ഹിയർ. there is a good feel of safety. I mean, I feel safe here ന്റെ പകരം തന്നെ you can also use I feel a sense of safety. അങ്ങനെയും പറയാം, ഒരു സേഫ്റ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്ന് പറയാം. I feel safe, this is a safe place എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് കോഴിക്കോട് പൊതുവെ രാത്രിയാണ് ആൾക്കാർ കൂടുതൽ എന്നെങ്ങനെയാ പറയാം? It's usually crowded in the night. At night. Okay, it's usually crowded at nights in the beach. Okay. ഇനി ഇവിടെ ഒരുപാട് കടയിൽ ഓരോ ആൾക്കാർ ഓരോന്നും ഇങ്ങനെ വിൽക്കുന്നുണ്ടല്ലോ. അപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ കുറെ സാധനങ്ങൾ വിൽക്കുന്ന കാണാം നമുക്ക്. എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷ്? There are many small businesses. അല്ലെങ്കിൽ you can find people selling a lot of things here. Okay, there are people selling many things here. അപ്പോൾ സെൽ ചെയ്യാന്ന് പറയുന്നത് ഈ കാര്യം വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സ്മോൾ ബിസിനസ് എന്ന് പറയില്ല, സ്മോൾ ബിസിനസ് എന്നും പറയാം. സ്മോൾ ബിസിനസ് അവർ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഡെയിലി വേജസ് യൂഷ്വലി അതിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഡെയിലി വേജസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടുന്ന ആ ഒരു ബിസിനസ് കൊണ്ട് ഉണ്ടാകുന്ന മണി. സോ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ഡിപ്പെൻഡ് ഓൺ ദിയർ ഡെയിലി വേജസ് ഹിയർ. ആൻഡ് ഇറ്റ്സ് സോ നൈസ് ടു സീ പീപ്പിൾ ആക്ച്വലി വർക്കിംഗ്. മറ്റേ 360 ക്യാമറ ഒക്കെ തുടങ്ങി ഇവിടെ. വാവ്. പിന്നെ കുറച്ച് അപ്പുറത്ത് നമ്മൾ വരുന്ന സമയത്ത് ഇതും കണ്ടായിരുന്നു, സ്പീഡ് ബോട്ട് ഒക്കെ തുടങ്ങി. ഈ അടുത്തൊരു മറ്റേ ഒരു ബോക്സിലായിട്ട് ക്യാമറ വെച്ചിട്ട് വീഡിയോ ഞാൻ കണ്ടു. ആരൊക്കെയോ ഫോട്ടോസ് ഒക്കെ എടുത്ത്. അപ്പൊ കോഴിക്കോട് ഫുൾ ഓൺ ആണ് കേട്ടോ. നമ്മൾ മറ്റേ കോഴിക്കോട് ബീച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്ന പോലെ ഉണ്ട്. ആക്ച്വലി പ്രൊമോട്ട് അല്ല, എല്ലാം ഉള്ളത് നമ്മൾ തന്നെ കോഴിക്കോടുള്ള ആൾക്കാർ തന്നെ ഓരോരോ ദിവസം അങ്ങനെ പുതിയ സാധനങ്ങൾ ഓരോന്നോരോന്നുണ്ട്. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്ന് പൊതുവെ തീരെ വെയിലും ഇല്ലായിരുന്നതുകൊണ്ട് നല്ല വെതറിലാണ് നമ്മൾ വന്നത്. അപ്പൊ എനിവേ വിൽ മീറ്റ് ഈച്ച് അതർ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഞാൻ ശരിക്കും തളർന്നു. എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു കൊടുക്കട്ടെ. യെസ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. ബൈ.